ട്രംപിനെ ഫാസിസ്റ്റ് എന്ന് വിളിച്ച് ഇടതുപക്ഷ മാധ്യമങ്ങൾ, അമേരിക്കൻ ഇടതുപക്ഷ മാധ്യമങ്ങൾ. ഞാനല്ല, നിങ്ങളാണ് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് ട്രംപും. എന്താണ് ഇതിനെല്ലാം കാരണം? പ്രമുഖ അമേരിക്കൻ ടെലിവിഷൻ നെറ്റ്വർക്കായിട്ടുള്ള ABC, അതിലെ അവിടെ ജനപ്രിയ ലേറ്റ് നൈറ്റ് ടോക്ക് ഷോ ഉണ്ട്. അതായത് രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയക്കാരെയൊക്കെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന ലേറ്റ് നൈറ്റ് ഷോകൾ. അതായത് രാത്രിയായിരിക്കും ഇതിന്റെ സംപ്രേഷണം. അത്തരത്തിലുള്ള ഒരു ലേറ്റ് നൈറ്റ് ഷോ ഉണ്ട്. അതിന്റെ പേര് ജിമ്മി കിമ്മൽ ലൈവ് എന്നാണ്. ജിമ്മി കിമ്മൽ എന്ന ഒരു മീഡിയ പേഴ്സണാലിറ്റിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ടോക്ക് ഷോയാണ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വലതുപക്ഷ പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇതിനെല്ലാം കാരണമായത്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ജിമ്മി കിമ്മൽ നടത്തിയ ചില പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അന്ന് തന്നെ ജിമ്മി കിമ്മൽ ട്രംപിന്റെ നോട്ടപ്പുള്ളി ആയതാണ്. അതിനുശേഷം ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളാണ് ഈ ഒരു ടോക്ക് ഷോ അതിന്റെ വിലക്കിലേക്ക് വന്നെത്തിയത്. സംഭവങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്നൊക്കെ നോക്കാം. സെപ്റ്റംബർ 10 യൂറ്റ യൂണിവേഴ്സിറ്റിയിൽ ചാർലി കിർക്കിന്റെ പ്രസംഗത്തിനിടെ, വലതുപക്ഷ പ്രവർത്തകനായിട്ടുള്ള ചാർലി കിർക്കിന്റെ പ്രസംഗത്തിനിടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അമേരിക്കയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം നമുക്കറിയാം, ചാർലി കിർക്ക് എന്ന് പറയുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയ അനുഭാവിയാണ്. അവിടെ അമേരിക്കയിൽ കൺസർവേറ്റീവുകളും ലിബറൽസും എന്നാണ് പറയുന്നത്. അതായത് വലതുപക്ഷത്തിന് കൺസർവേറ്റീവുകൾ എന്നാണ് പറയുന്നത്, അതായത് യാഥാസ്ഥിതികൾ. ഇടതുപക്ഷത്തിന് ലിബറൽസ് എന്നാണ് പറയുന്നത്, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ. അതാണ് ലിബറൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാർട്ടികളാണുള്ളത്. ഇത് രണ്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളാണ് ഉള്ളത്. അതായത് കൺസർവേറ്റീവുകളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻസ് എന്ന് പറയുന്നത്. ട്രംപിൻ്റെയൊക്കെ പാർട്ടി, ട്രംപിൻ്റെ, JD വാൻസിൻ്റെ, അവരുടെയൊക്കെ പാർട്ടി, വിവേക് രാമസ്വാമിയുടെയൊക്കെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻസ്, വലതുപക്ഷ പാർട്ടി. ഇനി ഇടതുപക്ഷമായിട്ടുള്ള ലിബറൽസിന്റെ പാർട്ടിയാണ് ഈ പറയുന്ന ഡെമോക്രാറ്റ് എന്ന് പറയുന്ന പാർട്ടി. ഡെമോക്രാറ്റ് ബൈഡന്റെയൊക്കെ പാർട്ടി, കമല ഹാരിസിന്റെയൊക്കെ പാർട്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഈ തർക്കം നിലനിൽക്കെ തന്നെ ഈ രണ്ട് രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലും ഒരു തർക്കമുണ്ട്, കൺസർവേറ്റീവുകളും ലിബറൽസും തമ്മിൽ. അപ്പോൾ ഈ കൺസർവേറ്റീവ് രാഷ്ട്രീയം പിന്തുടരുന്ന ഒരാളായിരുന്നു, വലതുപക്ഷ രാഷ്ട്രീയം പിന്തുടരുന്ന ഒരാളായിരുന്നു ചാർലി കിർക്ക്. ചാർലി കിർക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം കോളേജുകളിൽ പോയിട്ട് ഇതുപോലെ രാഷ്ട്രീയ സംവാദങ്ങൾ വയ്ക്കും. വിവിധ വിഷയങ്ങളുണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന. അതായത് ഈ ഗൺ റൈറ്റ്സ്, തോക്ക് ഉപയോഗിക്കുന്ന, അതായത് ഒരു പൗരൻ തോക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള അവകാശ കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. 2 അബോർഷൻ ലോസിനെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ട്. 3 ട്രാൻസ്ജെൻഡർ, അവിടെ ഈ LGBT ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന വിഭാഗം ആൾക്കാരുണ്ട്, ഭിന്നലിംഗക്കാർ, അവരുടെ അവകാശങ്ങളെ പറ്റി അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ നമുക്ക് വാദങ്ങളോട് വിയോജിക്കാം, അതൊക്കെ ശരിയാണ്, അത് ശരി തന്നെ. പക്ഷെ അദ്ദേഹം ഒരു തുറന്ന സംവാദത്തിനാണ് ഈ കോളേജുകളിൽ പോയിരുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു പറയുന്ന സംവാദത്തിലൂടെ വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ അവിടെയുള്ള ആർക്കും കഴിഞ്ഞില്ലായിരുന്നു എന്നുള്ളതാണ്. ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. അതായത് അദ്ദേഹത്തിന് ഈ ആശയം കൊണ്ടാണ് നമ്മൾ നേരിടേണ്ടത്, അല്ലാതെ ഒരു ബുള്ളറ്റ് കൊണ്ടല്ല അതിനെ നേരിടേണ്ടത്. അപ്പോൾ അങ്ങനെ ആശയം കൊണ്ട് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഒരു ബുള്ളറ്റ് കൊണ്ട് അദ്ദേഹത്തിനെ നേരിട്ട് ഇല്ലാതാക്കേണ്ടി വരുന്നത്. അതായത് എത്രമാത്രം ഭീരുത്വം ഉണ്ടെങ്കിലാണ് ഒരാൾ പറയുന്നത് നമുക്ക് കേട്ട് അദ്ദേഹത്തിനെ തർക്കിച്ച് തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ നോക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് മാത്രമേ തെളിയിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം എന്താണെങ്കിലും ചാർലി കിർക്ക് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ, അതായത് ചാർലി കിർക്കിന്റെ സന്ദേശം കുറച്ചും കൂടെ വിപുലമായി മാറുകയാണ് ചെയ്തത്. അതായത് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ആൾ ട്രംപിന്റെ ഒരു അനുകൂലിയായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ട്രംപിനെ പിന്തുണച്ച് യുവജനങ്ങളുടെ വലിയൊരു പിന്തുണ തന്നെ ട്രംപിന് നേടിക്കൊടുത്തതൊക്കെ ചാർലി കിർക്കായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ഈ പറയുന്ന ജിമ്മി കിമ്മൽ വന്നിരുന്ന് പറയുന്നത് എന്തായിരുന്നു? ജിമ്മി കിമ്മൽ എന്ന് പറയുന്നു, ട്രംപ് അതായത് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ, ആരാണ് കൊന്നത് എന്നതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജിമ്മി കിമ്മൽ വന്നിരുന്ന് പറയുകയാണ്, ചാർലി കിർക്കിനെ കൊന്നത് അവരിൽ തന്നെ ഒരാളായിരുന്നു, അതായത് റിപ്പബ്ലിക്കൻസിൽ തന്നെ ഉള്ള ഒരാളാണ്, ട്രംപിന്റെ പാർട്ടിയിൽ തന്നെ ഒരാളാണ് കൊന്നത്, അതായത് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ, അതിനുമുമ്പേ ഇവിടെ തീരുമാനമാക്കി. അപ്പോൾ ഇത്തരത്തിലൊരു വ്യാജമായ ഒരു പ്രചരണം കൊടുത്തു. എന്തായാലും അതിനുശേഷം ഇദ്ദേഹത്തിനെ പിടികൂടിയപ്പോൾ, അതായത് ഈ വെടി ഉതിർത്ത ആളെ പിടികൂടിയപ്പോൾ ഇയാൾ ഒരു ലിബറൽ ആയിരുന്നു. അതായത് ഇദ്ദേഹം കൺസർവേറ്റീവ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, അതായത് വലതുപക്ഷ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ആശയപരമായിട്ട് ഇദ്ദേഹം ഇടതുപക്ഷക്കാരനാണ്. അത് മാത്രമല്ല ഇദ്ദേഹം ട്രാൻസ്ജെൻഡർ പങ്കാളി ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്തായാലും രാഷ്ട്രീയ വൈര്യം കൊണ്ട് തന്നെയാണ് ചാർലി കിർക്കിനെ വെടിവെച്ചതെന്ന് മനസ്സിലാകുന്നു, എതിർ പാർട്ടിക്കാരനാണെന്ന് മനസ്സിലാകുന്നു. എന്നിട്ടും
ഇത്തരത്തിൽ ആരോപണങ്ങൾ പിന്നെയും വരികയാണ്. അതായത് കൊന്നത് റിപ്പബ്ലിക്കൻസ് തന്നെയാണ്, അതേ പാർട്ടിയിലുള്ളവർ തന്നെയാണ്. അത് മാത്രമല്ല, ചാർലി കിർക്കിന്റെ അന്ത്യയാത്രയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും തെറിവിളികളും ഒക്കെ ആയിരുന്നു ഇടതുപക്ഷം നടത്തിയിരുന്നത്. എന്തായാലും ഇടതുപക്ഷം, അതായത് എപ്പോഴും എല്ലായിടത്തും പറയുന്നത് സഹിഷ്ണുതയുടെ പര്യായമാണ് ഇടതുപക്ഷം. അതായത് ശത്രുവിനെ അയൽക്കാരനായി താമസിപ്പിക്കണം എന്നൊക്കെ ഡയലോഗുകൾ വിടുന്നതാണ് ഇടതുപക്ഷം. നമുക്കറിയാം, ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഡയലോഗ് എനിക്ക് കുറവൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രവൃത്തിയിൽ ഈ പറയുന്ന ബഹിഷ്കരണവും കൊന്നുകളയലും ഒക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. അപ്പൊ അത് തന്നെയാണ് അവിടെയും കാണിക്കുന്നത്. ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന വ്യക്തി എന്തോ ആയിക്കോട്ടെ, പറയുന്നത് എന്ത് തെറ്റോ ശരിയോ എന്നുള്ളതല്ലല്ലോ. അദ്ദേഹത്തിനെ സംവാദത്തിലൂടെയാണ് തോൽപ്പിക്കേണ്ടത്. തുറന്ന സംവാദത്തിൽ അദ്ദേഹം വരുന്നു, മാന്യമായി സംസാരിക്കുന്നു, സൗമ്യമായി സംസാരിക്കുന്നു, ആരോടും കയർത്ത് സംസാരിക്കാറില്ല. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ, വെറും 31 വയസ്സ് മാത്രമുള്ള ഒരു അച്ഛനും ഒരു 2 കുട്ടികളുടെ അച്ഛനും ഭർത്താവുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ, 31 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊന്നിട്ട് ആ മരണം പോലും ആഘോഷിക്കുകയാണ് അവിടെ ഇടതുപക്ഷം. അപ്പോൾ അന്ന് അങ്ങനെ ഇടതുപക്ഷം ആഘോഷിക്കുന്നത് കണ്ടിട്ട് JD വാൻസ്, അമേരിക്കൻ ഉപരാഷ്ട്രപതി JD വാൻസ് പറഞ്ഞു. അതായത് ഉപരാഷ്ട്രപതിയായിട്ടുള്ള JD വാൻസ് എന്താ പറഞ്ഞത്? അതായത് ഇങ്ങനെ ആഘോഷിക്കുന്നവരെ നമ്മൾ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെ? അവരുടെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടും. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയാണ്. നമുക്കറിയാം, കേരളത്തിലൊക്കെ പ്രളയമുണ്ടായപ്പോൾ ആ പ്രളയത്തിലൊക്കെ വളരെ മോശം കമന്റ് ഇട്ട ഒരാളെ യൂസഫ് അലി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ അതുപോലെ വളരെ മോശം കമന്റുകൾ ഈ പറയുന്ന ജോർജ് ഫ്ലോയിഡ് കൊല്ലപ്പെട്ട സമയത്ത് മോശമായി അതിനെപ്പറ്റി ട്വീറ്റ് ചെയ്ത ഒരാളെയും ഈ പറയുന്ന പോലെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. അപ്പോൾ അതുപോലെ ഈ ചാർലി കിർക്കിനെതിരെ മോശമായി പറയുന്ന ഒരു ആൾക്കാരെ എല്ലാം ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ചാനലുകളിൽ ഇതുപോലെ മോശമായ പരാമർശം, അതായത് ചാർലി കിർക്ക് കൊല്ലപ്പെടേണ്ടവനായിരുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിനെ പറ്റി വ്യാജ പ്രചരണം നടത്തുന്ന, അത് ചെയ്തതിനെ പറ്റി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത് നടപടികൾ എടുക്കുന്നത്. ഇത് ചെയ്യുന്നതാരും തന്നെ ഇത് ട്രംപ് നേരിട്ട് ഇടപെട്ട് ഇത് ചെയ്യുന്നതൊന്നുമല്ല. അതായത് ഈ പറയുന്ന വലിയ ചാനലുകളിൽ കോർപ്പറേറ്റ് ഇടപെടലുകളുണ്ട്. അതായത് കോർപ്പറേറ്റുകളായിരിക്കുമല്ലോ ഇതിൽ ഫണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ABC-യുടെ ചില പ്രാദേശിക സംപ്രേഷണ പങ്കാളികളൊക്കെ ഉണ്ട്. അവരാണ് ഈ പരിപാടി നിന്ന് അവർ ഇൻവെസ്റ്റ്മെന്റിൽ പിൻവലിഞ്ഞിരിക്കുന്നത്. അതായത് അവർ ഒരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. കാരണം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അവരതുകൊണ്ട് പിൻവലിയുകയാണ്. അങ്ങനെ പിൻവലിയുമ്പോഴാണ് ഇത് ഒരു വിലക്കെന്നൊരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കോർപ്പറേറ്റ് കടന്നുകയറ്റം എന്നൊക്കെയാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയൊന്നും ഇതിനെ പറയാൻ കഴിയില്ല. കാരണം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിലക്ക് നേരിടും. അത് ഇന്ത്യയിലെ അവസ്ഥയും മറ്റൊന്നല്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ പറയുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഇതുപോലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ വിലക്ക് നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ NDTV എന്നൊരു ചാനൽ താജ് ആക്രമണം നടന്ന സമയത്ത് വിലക്ക് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. മാധ്യമങ്ങൾ വിലക്കുന്നത് ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ജനാധിപത്യത്തിനെതിരായി അത് സഞ്ചരിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള വിലക്കുകൾ കിട്ടുന്നത്. ഇവിടെയും മറ്റൊന്നല്ല, ജനാധിപത്യത്തിന്റെ ഭാവിക്ക് വെല്ലുവിളി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കാരണം ഈ പറയുന്ന ഫാസിസം എന്ന് പറയുന്നത് വലതുപക്ഷത്തിനോ ഇടതുപക്ഷത്തിനോ, അല്ലെങ്കിൽ ഒരു വലതുപക്ഷത്തിന് മാത്രം അവകാശപ്പെട്ടൊന്നുമല്ല. ഫാസിസ്റ്റ് ഭരണകൂടം 2 പക്ഷങ്ങളിലും ഉണ്ടാകാം. നമുക്കറിയാം, USSRൽ പണ്ടുണ്ടായിരുന്നത്, പോളണ്ടിലുണ്ടായിരുന്നത് ഇടതുപക്ഷ ഫാസിസമായിരുന്നു. വലതുപക്ഷ ഫാസിസ്റ്റ് രാജ്യമായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറിന്റെ ജർമ്മനി. അപ്പോൾ അത്തരത്തിൽ വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ഒക്കെ ഈ പറയുന്ന ഫാസിസമുണ്ട്. ഈ ഫാസിസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോൾ അവിടെ മനുഷ്യവിരുദ്ധമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് ചാർലി കിർക്കിന്റെ ശവകുടീരത്തിൽ പോയി ചവിട്ടുന്ന ഇടതുപക്ഷ അനുഭാവികൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തൊക്കെയായാലും കഴിഞ്ഞ 7 വർഷം കൊണ്ട് ചാർലി കിർക്ക് ഉണ്ടാക്കിയ ഒരു പ്രവർത്തനത്തിന്റെ, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ ജെൻസി, അതായത് 1996 ശേഷം ജനിച്ച തലമുറയിൽ 60% കൺസർവേറ്റീവ് രാഷ്ട്രീയത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതായത് യാഥാസ്ഥിതിക വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അവർ ഇനി അമേരിക്കയെ ഒരു വലതുപക്ഷ ഒരു സ്വാധീനമുള്ള ഒരു രാജ്യമാക്കി മാറ്റും വരും കാലങ്ങളിൽ. അപ്പോൾ ഈ ചാർലി കിർക്കിന്റെ കൊലപാതകം അതിന് തന്നെ ഒരു വലിയ, അതായത് ആ ഒരു മാറ്റത്തിന് കുറച്ചും കൂടെ വേഗതയിലാക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം ചാർലി കിർക്കിന്റെ കൊലപാതകം അമേരിക്കയിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് അതായത് ഒരു സെൻട്രൽ നിലപാട്, മധ്യ നിലപാട് തുടർന്നു പോകുന്നവർ പോലും വലത് പക്ഷത്തോട്ട് ചായുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഇടത് എന്ന് പറയുന്നത് മാനവിക വിരുദ്ധമാണെന്ന്
അവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രവൃത്തികൾ. അതുകൊണ്ട് അവർ വലത്തോട്ട് ചായുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്ക മൊത്തത്തിൽ ഇനി വരും കാലഘട്ടങ്ങളിൽ വലത്തോട്ടാണ് തിരിയുന്നത്. അത് എങ്ങോട്ട് തിരിഞ്ഞാലും ഫാസിസം എങ്ങോട്ട് തിരിഞ്ഞാലും സംഭവിക്കാം. പക്ഷേ അത് വലത്തോട്ട് തിരിഞ്ഞാൽ മാത്രമേ ഫാസിസം ആവുകയുള്ളൂ എന്ന് പറയുന്നത് ഒട്ടും ശരിയുള്ള കാര്യമല്ല.